എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ 28ാമത്തെ ഭരതൻ സ്മൃതിയുടെ അനുസ്മരണം ജൂലൈ 30 നടക്കുകയാണ് റീജിയണൽ തിയേറ്ററിൽ. അത് ഇത്തവണ ഭരതൻ്റെ പേരിലുള്ള പുരസ്കാരം നമ്മുടെ ഇപ്പോഴത്തെ പുതിയ കാലത്തെ സംവിധായകനായിട്ടുള്ള ചിദംബരത്തിന് നൽകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. നിങ്ങൾക്കറിയാവുന്ന പോലെ ഈയിടെ വലിയ നിരൂപക പ്രശംസ നേടിയിട്ടുള്ള ബാലൻ, അതുപോലെ ഫിലിം മേക്കിങ്ങിൽ വളരെ പ്രധാനപ്പെട്ട കലാസംവിധാനത്തിലൊക്കെ വളരെ പ്രധാനപ്പെട്ട ഫുഡ് സ്റ്റെപ്പുകൾ എടുത്തിട്ടുള്ള മഞ്ഞുമ്മൽ ബോയ്സ്, ജാനേമൻ തുടങ്ങിയിട്ടുള്ള മലയാള സിനിമകളുടെ സംവിധായകനാണ് ചിദംബരം. അപ്പം അദ്ദേഹത്തിന് ഈ കല്യാൺ ജുവല്ലേഴ്സിൻ്റെ കല്യാൺ ഭരത് മുദ്രയാണ് കൊടുക്കുന്നത്. അത് 1 പവൻ സ്വർണം അടങ്ങുന്ന ഒരു മുദ്രയാണ്, ഒരു പതക്കമാണ് നമ്മൾ നൽകുന്നത്. KPSC ലളിതയുടെ പേരുള്ള പുരസ്കാരം ആ സിനിമയിൽ തന്നെ, ബാലനിൽ തന്നെ അഭിനയിച്ചിട്ടുള്ള ഫർസാന പാലത്തിങ്കലിനാണ് നൽകുന്നത്. P. ജയചന്ദ്രന്റെ പേരിലുള്ള ഒരു പുരസ്കാരം, അതൊക്കെ നമ്മൾ കഴിഞ്ഞ തവണ നമ്മളത് ഏർപ്പെടുത്തി, നമ്മൾ വിദ്യാധരൻ മാസ്റ്റർക്കാണ് അത് നൽകിയത്. ഇത്തവണ അത് ഔസേപ്പച്ചനാണ് സമ്മാനിക്കുന്നത്. അതേപോലെ തന്നെ പ്രൊഡക്ഷൻ ഡിസൈനർ പഴയ ആർട്ട് ഡയറക്ടറാണ്. ഭരതേട്ടൻ കേരളം കണ്ടുള്ള ഏറ്റവും നല്ല ആർട്ട് ഡയറക്ടറായിരുന്നു. അപ്പൊ ആ ആർട്ട് ഡയറക്ടറുടെ പേരിലുള്ള ലോക ഫെയിം ആയിട്ടുള്ള പ്രൊഡക്ഷൻ ഡിസൈനർ ബംഗ്ലാനിയാണ് നമുക്ക് ആ അവാർഡ് കൊടുക്കുന്നത്. വിനേഷ് ബംഗ്ലാൻ എന്നാണ് പുതിയ പേരെങ്കിലും അദ്ദേഹം ചലച്ചിത്ര ലോകത്ത് അറിയപ്പെടുന്നത് ബംഗ്ലാൻ എന്ന പേരിലാണ്. അപ്പൊ ആ ചടങ്ങിൽ പത്മശ്രീ ഡോക്ടർ കലാമണ്ഡലം ഗോപിയാശാൻ, സംവിധായകൻ ബാലേന്ദ്ര മേനോൻ, TS കല്യാണരാമൻ തുടങ്ങി ചലച്ചിത്ര രംഗത്തെ മറ്റ് പ്രധാനപ്പെട്ട ആളുകളെല്ലാവരും അതിൽ പങ്കെടുക്കുന്നുണ്ട്. അതിൽ VBK മേനോൻ, വിദ്യാധരൻ മാസ്റ്റർ, ശോകൻ രാജു, സംവിധായകൻ ജയരാജ്, TG രവി തുടങ്ങിയവരൊക്കെ ചടങ്ങിൽ സംസാരിക്കുന്നുണ്ട്. ഇതിൽ ഞങ്ങൾ ഇത്തവണ നമ്മൾ ഈ സാമൂഹ്യ രംഗത്ത്, അത് സ്പോർട്സ് ആവാം, കലയാവാം, സാഹിത്യമാവാം, മറ്റ് സാംസ്കാരിക രംഗങ്ങളൊക്കെ ആവാം, അതിൽ നല്ല സംഭാവനകൾ നൽകിയിട്ടുള്ള, കുറച്ച് ഗണ്യമായ സംഭാവനകൾ നൽകിയിട്ടുള്ള മുണ്ടൂർ ആത്രേയ ക്രിക്കറ്റ് അക്കാദമിക്ക് ഞങ്ങൾ പ്രൈഡ് ഓഫ് തൃശ്ശൂർ എന്ന് പറഞ്ഞിട്ടൊരു ബഹുമതി നൽകുന്നുണ്ട്. അപ്പോൾ അവർ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കായിക രംഗത്തേക്ക്, പ്രത്യേകിച്ചും ക്രിക്കറ്റ് പരിശീലനത്തിലും ബാഡ്മിൻ്റൺ പരിശീലനത്തിലും ഏറ്റവും കൂടുതൽ കുട്ടികളെ പരിശീലിപ്പിച്ചിറക്കിയിട്ടുള്ളൊരു സ്ഥാപനമാണ് ഈ ആത്രേയ ക്രിക്കറ്റ് അക്കാദമി. ആ അക്കാദമിയുടെ കീഴിൽ തന്നെ ഇപ്പം നമ്മുടെ ജൂനിയർ സ്റ്റേറ്റ് ക്രിക്കറ്റിൽ 6 കുട്ടികളാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. അത് കേരളത്തിൽ നിന്നും, ഈ ആത്രേയ അക്കാദമിയിൽ നിന്ന്. അതൊരു വലിയൊരു വിപ്ലവം സൃഷ്ടിച്ചിട്ടുള്ള ഒരു മാറ്റമാണ് തൃശ്ശൂരിൻ്റെ കായിക ചരിത്രത്തിൽ. അപ്പം അത്തവണ അത് മുണ്ടൂർ ആത്രേയ ക്രിക്കറ്റ് അക്കാദമിക്ക് ഞങ്ങൾ നൽകുന്നുണ്ട്. തുടർന്ന് നമ്മുടെ വിട്ടുപോയ ഗായിക, നമ്മളെല്ലാം വിട്ടുപിരിഞ്ഞ ഗായിക S. ജാനകിയുടെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ ഗാനസന്ധ്യ അരങ്ങേറുന്നത്. അത് പതിവ് പോലെ PK ഷണ്ണി മാസ്റ്റർ നയിക്കും. നമ്മുടെ ഈ ഗാനമേള ഭാഗമായിട്ട് ജാനകിയമ്മയുടെ പാട്ടുകളും ഭരതൻ സിനിമയിലെ പാട്ടുകളെല്ലാം അവിടെ നമുക്ക് ആലപിക്കും. അത് 28 വർഷം എന്ന് പറയുന്നത് ഒരു സാംസ്കാരിക സംഘടനയുടെ ജീവിതത്തിലെ, പ്രത്യേകിച്ചും തൃശ്ശൂരിൽ, അതിൻ്റെ ഒരു നിലനിൽപ്പ് ഒരു വളരെ പ്രധാനമായിട്ട് ഞങ്ങൾക്ക് തോന്നുകയാണ്. കാരണം അതിൻ്റെ ഇടയിൽ തുടങ്ങിയിട്ടുള്ള ഒരുപാട് സംഘടനകളൊക്കെ ഇവിടുന്ന് വിട്ടുപോയി. അപ്പോൾ ഞങ്ങൾ 28 വർഷം മുമ്പ് 1998 ജൂലൈ 30 ആരംഭിച്ച ആ ഒരു യാത്ര ഞങ്ങൾ തുടരുകയാണ്. അന്ന് നമ്മൾ അന്തരിച്ച ഭാരതി രാജയ്ക്ക് നമ്മൾ അവാർഡ് നൽകിക്കൊണ്ടാണ് നമ്മൾ തുടങ്ങി വെച്ചത്, ഭരതൻ്റെ പേരിലുള്ള അവാർഡ് തുടങ്ങി വെച്ചത്. പിന്നീട് KS സേതുമാധവൻ സാറ്, MK അർജുനൻ, ദക്ഷിണാമൂർത്തി സ്വാമി തുടങ്ങിയിട്ടുള്ള മിക്കവാറും ഈ മേഖലയിലുള്ള എല്ലാ വ്യക്തികൾക്കും, അതുപോലെ വളരെ ചെറുപ്പക്കാരായിട്ടുള്ള ദിലീഷ് പോത്തിനെ പോലുള്ള ആളുകൾക്ക്, അത്തരം സംവിധായകരെയും പുതിയ തലമുറ സംവിധായകരെയും ഒക്കെ നമ്മൾ ഈ ചടങ്ങിൽ നമ്മൾ ആദരിച്ചിട്ടുണ്ട്, അവർക്ക് അവാർഡുകൾ നൽകിയിട്ടുണ്ട്. എല്ലാവരെയും ജൂലൈ 30 ഉദ്ഘാടന ചടങ്ങിലേക്ക് നിങ്ങളെ സ്നേഹത്തോടു കൂടി ക്ഷണിക്കുന്നു. നമ്മൾ വൈകിട്ട് 5 മണിക്ക്, നമ്മൾ ഷാർപ്പ് 5 മണിക്ക് തുടങ്ങും.
അല്ല, അവർക്ക് നമ്മൾ ഒരു ബഹുമതി പത്രവും ഇതുമാണ് കൊടുക്കുന്നത്, പ്രശസ്തി പത്രം കൊടുക്കുന്നത്, മെമന്റോ. കലാസംവിധായകനെ പുതിയ കാലത്ത് പറയുന്ന പേരാണ് പ്രൊഡക്ഷൻ ഡിസൈനർ എന്നുള്ളത്. അതില് ഈ ബംഗ്ലാൻ കേരളം കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച ഒരു പ്രൊഡക്ഷൻ ഡിസൈനറാണ്. കാന്താരയുടെ ഒക്കെ ഡയറക്ടറാണ്. ഇപ്പൊ 3 ഹിന്ദി സിനിമകൾക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം പ്രൊഡക്ഷൻ ഡിസൈൻ ചെയ്യുന്നത്. മലയാളിയാണ്. പിന്നെ ഇതിൽ പങ്കെടുക്കുന്ന ആളുകൾ, ഇതിൽ 2 പേര് ഇപ്പൊ ഷോഗൻ രാജസ്വാമിയുടെ സ്ഥലത്തില്ല, പിന്നെ അതുപോലെ തന്നെ അനിൽ വാസുദേവും ഇല്ല. മറ്റു 4 പേരും ഇന്നത്തെ ഈ പത്രസമ്മേളനത്തിൽ ഇനി വല്ല അറിയാണ്ടോ? ഉണ്ട്. അപ്പൊ 30 ഇതില് ഇപ്പൊ ഈ ചിത്രങ്ങൾ വേണമെങ്കിൽ, ചിത്രങ്ങൾ ഇപ്പൊ ആരുടെ കയ്യിലുള്ള നമ്മുടെ ഈ ഇവരുടെ ചിത്രങ്ങൾ കിട്ടാൻ പ്രയാസ. ചിദംബരത്തിന്റെ ഉണ്ടാവും, ഫർസാനയുടെ ചിത്രം നമുക്കൊന്ന് കൊടുക്കാലോ, ആർക്കും ആവശ്യപ്പെടുന്നത് ലൂയിക്ക് കൊടുത്താൽ മതിയല്ലോ. അപ്പൊ ഇവരുടെ എല്ലാവരുടെയും ചിത്രങ്ങളെ കൂടെ കൊടുത്തേക്കാം. അപ്പൊ 30 വളരെ നേരത്തെ വന്ന് പരിപാടികളെല്ലാം ഭംഗിയാക്കി തീർക്കാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കും.